അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 16 തിങ്കളാഴ്ച. ലോക പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗം മൂലം അമേരിക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം. 1951 മുംബൈയിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത്. 12ാം വയസ്സ് മുതൽ അദ്ദേഹം കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ഗവൺമെന്റ് ഒരു പകപോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്നും ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളവും രാജ്യത്തിന്റെ ഭാഗമാണെന്നും നീതി നിഷേധിക്കാൻ പാടില്ലെന്നും കേന്ദ്രത്തിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശനത്തിന് വന്നതിന്റെ കാശുകൂടി കേരളം കൊടുക്കേണ്ടി വരുമോ എന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിലെ പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമെന്നും ടൌൺഷിപ്പ് നിർമ്മാണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. വിഴിഞ്ഞം പദ്ധതിക്ക് ഇതുവരെ സർക്കാർ സഹായം കിട്ടിയിട്ടില്ലെന്നും അർഹതയുള്ളതോ ഒന്നും കേന്ദ്രം തരാത്തതാണ് നിലവിലെ സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം സ്വകാര്യ സംരംഭം അല്ലെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള പദ്ധതിയാണെന്നും കസ്റ്റംസ് ഡ്യൂട്ടി അടക്കമെത്തുന്നത് കേന്ദ്രത്തിലേക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിൽ ഹെലികോപ്റ്റർ സേവനത്തിന് പണം ആവശ്യപ്പെട്ടത് സാധാരണ നടപടി മാത്രമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. എല്ലാ സംസ്ഥാനങ്ങളോടും തുക ആവശ്യപ്പെടാറുണ്ടെന്നും പിണറായി വിജയൻ സർക്കാർ ഇത് വിവാദമാക്കുന്നതെന്തിനാണെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. AI ക്യാമറയും ബ്രഹ്മപുരവും പോലുള്ള അഴിമതി കരാറുകൾക്കായി കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കായി ഒന്നും നൽകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. MEC-7 വ്യായാമ പരിശീലനത്തിനെത്തുന്നത് തീവ്രവാദികളാണെന്ന ആരോപണം പിൻവലിച്ച് CPM നേതാവ് പി മോഹനൻ. അപൂർവം ചിലയിടങ്ങളിൽ അത്തരക്കാർ നുഴഞ്ഞു കയറുന്നു എന്നാണ് താൻ പറഞ്ഞതെന്ന് പി മോഹനൻ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് MEC-7 എന്ന വ്യായാമ പരിശീലന പരിപാടിക്കെതിരെ പി മോഹനൻ നടത്തിയ പ്രസ്താവനയിലാണ് തീവ്രവാദികളാണ് അതിൽ പങ്കാളികളാവുന്നത് എന്ന് ആക്ഷേപിച്ചത്. MEC-7 രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയാണെന്ന് പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ. വളരെ കുറച്ച് സമയം മാത്രമുള്ള നല്ലൊരു പദ്ധതിയാണിതെന്നും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ലെന്നും MP പറഞ്ഞു. MEC-7 പട്ടാമ്പി മേഖലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MEC-7 വിവാദത്തിൽ പ്രതികരണവുമായി മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഷയം വിവാദമാക്കേണ്ടതില്ലെന്നും വ്യായാമത്തിൽ മതവും രാഷ്ട്രീയവും ചേർക്കേണ്ടതില്ലെന്നും പറഞ്ഞ മുൻമന്ത്രി എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും ഈ കൂട്ടായ്മയിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആരെങ്കിലും നുഴഞ്ഞു കയറുമോ എന്ന് ശ്രദ്ധിക്കണമെന്നാണ് പി മോഹനൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നും FIR. മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ, അനു, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. നവദമ്പതികളായ നിഖിലും അനുവും മലേഷ്യയിൽ പോയി തിരിച്ചുവരുന്ന വഴിയാണ് അപകടം. ഇവരെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയതായിരുന്നു. അപകടത്തിൽ മരിച്ച നിഖിലിന്റെ പിതാവായ മത്തായി ഈപ്പനും അനുവിന്റെ പിതാവായ ബിജുവും. പത്തനംതിട്ട അപകടം വളരെ ദുഃഖകരമായ സംഭവമെന്നും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ശബരിമല സീസൺ ആയതിനാൽ ആയിരക്കണക്കിന് വണ്ടികളാണ് റോഡുകളിലൂടെ പോകുന്നതെന്നും ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാകണമെന്നും പത്തനംതിട്ടയിലെ സംഭവത്തിൽ വീട് വളരെ അടുത്തായതിനാൽ വീട്ടിലെത്തി ഉറങ്ങാമെന്ന് അദ്ദേഹം കരുതി കാണുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് വേദനയെന്ന് KU ജനീഷ് കുമാർ MLA. 2 ആഴ്ച മുൻപ് നടന്ന നിഖിലിന്റെയും അനുവിന്റെയും വിവാഹത്തിൽ താനും പങ്കെടുത്തിരുന്നുവെന്നും അപകട കാരണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ആവർത്തിക്കുകയും ജീവൻ പൊലിയുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. നാളെ വൈകിട്ട് 4-ന് തിരുവനന്തപുരത്താണ് ഉന്നതതല യോഗം നടക്കുക. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നീ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ദേശീയപാത അതോറിറ്റി, KSEB, PWD, റോഡ് സേഫ്റ്റി വിഭാഗം എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 4.5 ലക്ഷത്തിലധികം ഭക്തർ ഇക്കുറി ദർശനത്തിനെത്തി. 22.7 കോടി രൂപയാണ് ഇത്തവണ അധിക വരുമാനമായി ലഭിച്ചത്. നട തുറന്ന 29 ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ AI ചാറ്റ് ബോട്ട് ഇതുവരെ 1.25 ലക്ഷം പേർ ഉപയോഗിച്ചതായി അധികൃതർ. ഇതുവരെ 3000-ഓളം അത്യാഹിത കേസുകളിലും AI ചാറ്റ് ബോട്ടിലൂടെ ഇടപെടൽ നടത്തി. ദിനംപ്രതി 10,000-ഓളം പേരാണ് വാട്സ്ആപ്പ് അധിഷ്ഠിതമായ സ്വാമി ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത്. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരക്കായസ്ഥയെ മുഖ്യാതിഥി ആക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി സിനിമാ താരം എത്തുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ബുധനാഴ്ചയാണ് മാറ്റം വന്നത് VC അറിഞ്ഞത്. ഇതോടെ VC പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. പ്രബീർ പുരക്കായസ്ഥ എങ്ങനെ അവസാന നിമിഷം അതിഥിയായി എന്നതിൽ വിദ്യാർത്ഥി ക്ഷേമകാര്യ ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ദില്ലി പോലീസ് പുരക്കായസ്ഥയ്ക്കെതിരെ UAPA ചുമത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതി പിന്നീട് കണ്ടെത്തിയിരുന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം സംഭവം അന്വേഷിക്കണമെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ഇല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. MS സൊല്യൂഷൻസ് പോലെയുള്ള ട്യൂഷൻ സെന്ററുകളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ പുറത്താക്കി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും KSU ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതിന് പിന്നിൽ ഇടത് അധ്യാപക സംഘടനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇതിന് പിന്നിൽ സർക്കാരുമായി ബന്ധമുള്ളവരാണെന്നും അവരാണ് ചോർത്തിക്കൊടുക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിന് പിന്നാലെ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിനെതിരെ മറ്റൊരു പരാതി. വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സിൽ അശ്ലീല പരാമർശങ്ങൾ ഉൾപ്പെട്ടതിനെതിരെയാണ് പരാതി. ക്ലാസുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് AIYF കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി പരാതി നൽകി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ പ്രവർത്തനം നിർത്തി. സത്യം തെളിയും വരെ വീഡിയോകൾ ചെയ്യില്ലെന്ന് CEO ഷുഹൈബ് വീഡിയോയിൽ അറിയിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള സോളാർ പാനൽ ടെൻഡറിൽ അഴിമതി ആരോപിച്ച കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ബെഞ്ച് മാർക്ക് തുകയേക്കാൾ 30% കൂട്ടിയാണ് ടെൻഡർ നൽകിയതെന്ന് M. വിൻസെന്റ് MLA ആരോപിച്ചു. എന്നാൽ ടെൻഡർ നടപടികളെല്ലാം സുതാര്യമാണെന്നാണ് അനർട്ട് CEOയുടെ വിശദീകരണം. മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ ശവസംസ്കാര നടപടികൾ നടത്തുന്നത് നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ. പള്ളികൾക്കോ സെമിത്തേരികൾക്കോ പുറത്തുവച്ച് ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്നവർക്ക് അവരുടെ താൽപര്യത്തിനനുസരിച്ചുള്ള വൈദികനെ കൊണ്ട് ശുശ്രൂഷ ചടങ്ങുകൾ നടത്താമെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ വ്യക്തമാക്കി. വടകര ചോറോട് 9 വയസ്സുകാരി ദൃഷാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷജീൽ ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് 30,000 രൂപ തട്ടിയെടുത്തെന്ന പുതിയ കേസ്. നേരത്തെയുള്ള കേസുകൾക്ക് പുറമെയാണ് ഇത്. അപകടത്തെ തുടർന്ന് കാറിന് സംഭവിച്ച കേടുപാടുകൾ തീർക്കുന്നതായിട്ടുള്ള ചെലവായ തുകയ്ക്ക് വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ചത്. വിദേശത്തുള്ള പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. മലപ്പുറം അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കി. വയനാട് കോട്ടത്തറ മയിലാടിപ്പടി സ്വദേശി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീതാണ് ആത്മഹത്യ ചെയ്തത്. അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘർഷമാണ് മരണകാരണമെന്ന് സഹപ്രവർത്തകർ ആരോപിച്ചു. ഭാര്യയും ഒരു മകനുമുണ്ട്. ഭാര്യ 3 മാസം ഗർഭിണിയാണ്.
മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉത്തരേന്ത്യയിൽ ശീതകാലത്തിന് കാഠിന്യമേറുന്നു. 4.9 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ രാവിലെ ദില്ലിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തണുത്ത കാറ്റാണ് തണുപ്പ് കൂടാൻ കാരണം. തണുപ്പിനൊപ്പം ദില്ലിയിലെ വായു മലിനീകരണ തോതും ഉയർന്നിട്ടുണ്ട്. 257 പോയിന്റാണ് ഇന്നലെ രാവിലെ വായു മലിനീകരണ സൂചികയിൽ രേഖപ്പെടുത്തിയത്. 39 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ വിപുലീകരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയായത്. നാഗ്പൂർ രാജ്ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ മത്സരിക്കും. മുഖ്യമന്ത്രി അതിഷി മർലേന സിറ്റിംഗ് മണ്ഡലമായ കൽക്കാജിയിലും വീണ്ടും ജനവിധി തേടും. 4ാം ഘട്ടത്തിൽ 38 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പുറത്തിറക്കിയത്. മന്ത്രിമാരായ സൌരവ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിലും ഗോപാൽ റായ് ബാബർപൂർ മണ്ഡലത്തിലും മത്സരിക്കും. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുപീന്ദർ സിംഗ് സുഖു പങ്കെടുത്ത വിരുന്നിൽ സംരക്ഷിത ഇനമായ കാട്ടുകോഴി കറിവച്ച് വിളമ്പിയെന്നാരോപിച്ച് BJP. കഴിഞ്ഞ വെള്ളിയാഴ്ച ഷിംലയിൽ നടന്ന ഒരു വിരുന്നിനിടെയാണ് സംഭവം. മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കും സംരക്ഷിത ഇനമായ കാട്ടുകോഴി ഇറച്ചി വിളമ്പാൻ നിർദ്ദേശിക്കുന്ന വീഡിയോ പ്രചരിച്ചതോടെയാണ് മൃഗസംരക്ഷണ സംഘടനയും BJPയും സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ജഡ്ജി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഏകീകൃത സിവിൽ കോഡ് ബഹുഭാര്യാത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രസ്താവനയാണ് വിവാദമായത്. തന്റെ രാഷ്ട്രീയ ജീവിതം സൃഷ്ടിച്ചതും നശിപ്പിച്ചതും ഗാന്ധി കുടുംബമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. 10 വർഷത്തോളമായി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിൽ കാണാൻ തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും രാഹുൽ ഗാന്ധിയോടൊപ്പം കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ സമയം ചെലവഴിക്കാൻ ഒരിക്കൽ മാത്രമേ അവസരം ലഭിച്ചിട്ടുള്ളൂ എന്നും വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. ഹിജാബ് ധരിക്കാതെ യൂട്യൂബിൽ വെർച്വൽ കച്ചേരി അവതരിപ്പിച്ചതിന് പിന്നാലെ 27-കാരിയായ ഇറാനിയൻ ഗായികയെ ഇറാനിയൻ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. ഗായിക പരസ്തു അഹമ്മദിയെയാണ് അറസ്റ്റിലായത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മാനനഷ്ട കേസിൽ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ച് ABC ന്യൂസ്. $15 മില്യൺ നഷ്ടപരിഹാരമായി നൽകാമെന്നാണ് ABC ന്യൂസ് സമ്മതിച്ചിരിക്കുന്നത്. ട്രംപ് ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് ABC ന്യൂസിന്റെ ആങ്കർ തെറ്റായി പറഞ്ഞതിനെതിരെയായിരുന്നു മാനനഷ്ട പരാതി. സിറിയയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി സിറിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തിരിച്ചടിക്കുമെന്ന സൂചന നൽകിയത്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വൈകിട്ട് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ദിസനായകയെ കേന്ദ്രമന്ത്രി എൽ മുരുകൻ സ്വീകരിച്ചു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ദിസനായകെ കൂടിക്കാഴ്ച നടത്തിയേക്കും. പ്രസിഡന്റായി അധികാരമേറ്റ ശേഷമുള്ള ദിസനായകയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇത്. ഇന്ത്യ ശ്രീലങ്ക നയതന്ത്ര ബന്ധത്തിൽ നിർണായക തീരുമാനങ്ങൾക്ക് ഈ സന്ദർശനത്തിൽ സാധ്യതയുണ്ട്. വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യയ്ക്ക് 49 റൺസിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച സ്കോർ. തുടർച്ചയായ 2ാം ടെസ്റ്റിലും സെഞ്ചുറി നേടി 152 റൺസെടുത്ത ട്രാവിസ് ഹെഡിന്റെയും 101 റൺസെടുത്ത സ്റ്റീവ് സ്മിത്തിന്റെയും കരുത്തിൽ 2ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 405-7 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റെടുത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.